friends, welcome back to my channel and welcome back to another video. So actually today I'm preparing for max and എനിക്ക് 3 ഗൈഡുകളുണ്ട്. സോ അതിൽ ഞാൻ ഒന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൂന്നെണ്ണം യൂസ് ചെയ്യാൻ നടക്കില്ല കാരണം അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇതൊക്കെ ഓൾഡ് ഗൈഡ്സാണ്, എൻ്റെ കസിൻസിൻ്റെ ആണ് ഇതല്ല. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ലാസ്റ്റത്തെ ഒരു ചാപ്റ്റർ, അത് എനിക്കറിയില്ല. സോ ഐ വാസ് വാച്ചിങ് ലൈവ് ക്ലാസ്. ലൈവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, യൂട്യൂബിലുണ്ടാവില്ലേ, അത് കണ്ടിട്ട് അത് പഠിക്കാമായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അവസാനത്തെ ചാപ്റ്റേഴ്സിൽ നിന്ന് ആദ്യത്തെ ചാപ്റ്റേഴ്സിലേക്ക് പോവാം. കാരണം ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് അത്യാവശ്യം അറിയുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും. പക്ഷേ അവസാനത്തേത് നമുക്കങ്ങനെ അറിയില്ല, അത്ര കുറവായിരിക്കും. കാരണം അവസാനത്തേക്ക് ഈ ഡിസംബർ ആ സമയത്തേക്കാണല്ലോ അവസാനത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതത്ര അധികം അറിയില്ല. മറ്റേത് നമ്മൾ ഡിസംബറിലുള്ള എക്സാമിന് നമ്മൾ കംപ്ലീറ്റ് ആയി പഠിക്കുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. എനിക്ക് പിന്നെയാണ് അത് കത്തിയത്. ഞാൻ പക്ഷേ ഫസ്റ്റ് ചാപ്റ്റർ മുതലാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ വേഗം ചെയ്യാൻ പറ്റിയിരുന്ന ക്വസ്റ്റ്യൻസ്, പക്ഷേ ലാസ്റ്റ് നിന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ അടുത്തുള്ള ഈ 2021-24 ക്വസ്റ്റ്യൻസ് ചെയ്യാതെ അത്യാവശ്യം നല്ല ഓൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. 2011 മുതൽ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. 2007, 2008 ചിലതൊക്കെ നമ്മൾ സിലബസിന് പോയിട്ടുണ്ടാവും, എങ്കിലും ചിലതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പാറ്റേണൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പഴയ പോലത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് വരുന്നത്. ലാംഗ്വേജ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് മാത്രമാണോ തോന്നിയത് എനിക്കറിയില്ല. ഞാൻ 2020 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനെ അല്ല വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ പാറ്റേൺ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം അങ്ങനെ മാറിയിരിക്കും. സോ ഓൾഡ് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ മാത്രം നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല, വേറെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യേണ്ടി വരും. എങ്കിൽ എക്സാം പിന്നെങ്കിലും സിമ്പിൾ ആവുള്ളൂ. ഇത് നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്ത റിവിഷനാണിത്. ഇനിയും എക്സാം ടൈമിൻ്റെ ഗ്യാപ്പിൽ വീണ്ടും ഇതുപോലെ റിവിഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കുറേ ഫിസിക്സിൻ്റെ റിവിഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ റീസൺ. ആക്ച്വലി എനിക്ക് 2-3 ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈവൻ തോ എന്താ പറയുക, ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റിൽ നിന്ന് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. പിന്നെ പറഞ്ഞാൽ എനിക്ക് അത്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും കുറേ ഗൈഡുകളുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ മാത്സ് എക്സാം ആകുമ്പോഴത്തേക്കും അതൊന്നും എല്ലാ ഗൈഡ് ഫുള്ളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം എല്ലാ ഗൈഡിനും എനിക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ആ ഗൈഡിലൊക്കെ ഉള്ളത്. സോ എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ഇത് ക്വസ്റ്റ്യൻസ് തന്നെയാണുള്ളത്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇതുവരെയായിട്ടും ചെയ്യാത്ത ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു. ആൻഡ് ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അഥവാ എക്സാമിന് വരാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലല്ലോ. That's it for this video, and I hope you guys enjoyed it. So thanks for watching.